ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുടെയുമായിട്ടാണ്. ഒരു കപ്പ് റവയും ഒരു 4 എഗ്ഗും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 കപ്പ് അളവിൽ റവയാണ്. അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. അതിലേക്ക് ഒരു 2 കപ്പ്, ഈ കപ്പ് കണ്ടില്ലേ, ഈ 2 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പ് അളവിലുള്ള റവയിലേക്ക് 4 എഗ്ഗാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്കതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 4 ഏലക്ക ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ ഷുഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എഗ്ഗും റവയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരുപാട് തിക്കും ആവേണ്ട, ഒരുപാട് ലൂസും ആവേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിതൊരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂറിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് നന്നായി ചൂടായതിന് ശേഷം നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുക പറയില്ല, അതുപോലെ ഇങ്ങനെ ഒരു ചെറിയ ബോളായി കണ്ട് അത് നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരുപാട് ടൈം ഇട്ട് കണ്ടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എണ്ണ നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കളർ ചേഞ്ച് ആയി കണ്ട് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ബോൾ പോലെ നമുക്കിത് ചുട്ടെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് പിന്നെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും ഇത് തീരെ എണ്ണ കൊടുക്കില്ല. പിന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. കാരണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. ഇതുണ്ടാക്കാനും തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന 2 സാധനമാണ് റവയും എഗ്ഗും. പിന്നെ ഇതിലേക്ക് ഏലക്കായും ഷുഗറുമാണ് പിന്നെ നമ്മളിതിൽ അഡീഷണലായി ചേർത്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ അവർക്ക് നല്ലൊരു സ്നാക്കായി ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുറമേ നല്ല ക്രിസ്പായി ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇതുള്ളത്. ഇതുപോലെ നമുക്ക് ഓരോന്നായി ഇങ്ങനെ ഇതുപോലെ ഓരോ ബാച്ചസ് ആയിക്കൊണ്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഉറപ്പായിട്ട് അവർക്കിത് ഒരുപാട് ഇഷ്ടമാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഈസി സ്നാക്ക് റെസിപ്പീസിന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.